പശ്ചിമേഷ്യൻ സംഘർഷം രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചപ്പോൾ താൽക്കാലികമായ ആശ്വാസമാകുമെന്ന ധാരണ ഇപ്പോൾ പല രീതിയിലും ഇറാൻ അവിടെ ലംഘിക്കുകയാണ്. ഇറാൻ ആകട്ടെ മാരകമായ ആക്രമണമാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ നടത്തുന്നത്. നിരന്തരം സൗദി, കുവൈറ്റ് പോലുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ ശക്തമായ ആക്രമണം, മിസൈൽ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോഴും എണ്ണ ശേഖരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇറാൻ ആകട്ടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. റിയാദ്, കിഴക്കൻ പ്രവിശ്യ, യാബു എന്നിവിടങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, അതേപോലെ തന്നെ പൈപ്പ് ലൈനുകൾ, പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയെല്ലാം തന്നെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഒരു സൗദി പൗരൻ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ആക്രമണത്തെ തുടർന്ന് രാജ്യത്തെ എണ്ണവാതക ഉൽപാദനത്തിൽ വലിയ തടസ്സമുണ്ടായതായി തന്നെ സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. കിഴക്ക് പടിഞ്ഞാറ് എണ്ണ പൈപ്പ് ലൈനിന്റെ പമ്പിംഗ് സ്റ്റേഷന് നേരെയുണ്ടായ ആക്രമണമാകട്ടെ പ്രതിദിനം പമ്പിങ്ങിൽ 7 ലക്ഷം, അതായത് വലിയ രീതിയിലുള്ള ബാരലിന്റെ ഒരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ മനീഫ, മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പ്ലാന്റുകൾക്ക് നേരെ ഉൽപാദന തടസ്സം മൂലം പ്രതിദിന ഉൽപാദന ശേഷിയിൽ വലിയ രീതിയിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജുബൈൽ, അതേപോലെ മറ്റിടങ്ങളിലെല്ലാം തന്നെ ശുദ്ധീകരണശാലകളെയും മറ്റ് സ്ഥലങ്ങളെയും എല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇത് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ആക്രമണമാകട്ടെ സാരമായ രീതിയിൽ തന്നെ ഇവയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആഗോള വിപണിയിലേക്കുള്ള എണ്ണ LPG കയറ്റുമതിയെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നും വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമായേക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കുവൈറ്റിലെ നാഷണൽ ഗാർഡ്സ് കേന്ദ്രത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായെങ്കിൽ പോലും ആളപായം ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ സൗദി, കുവൈറ്റ്, ദുബായ് എന്നിവിടങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്നതായിരുന്നു ഇറാന്റെ വാദം. അസർബൈജാനിൽ നിന്നാണ് ഈ രാജ്യത്തിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ US സമാധാന ചർച്ചയ്ക്ക് വേദിയാകാനിരിക്കുന്ന പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ കടുത്ത നയതന്ത്ര തർക്കമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആകട്ടെ ഇസ്രായേലിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഈ ഒരു തർക്കത്തിന് കാരണമായിരിക്കുന്നത്. ഇസ്രായേൽ ആകട്ടെ ലെബനനിൽ അവിടെ വംശഹത്യ നടത്തുകയാണ് എന്ന മന്ത്രിയുടെ ആരോപണം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി തന്നെ പറയപ്പെടുന്നുണ്ട്. ഇസ്രായേലിനെ മനുഷ്യരാശിയുടെ ശാപമെന്നും തിന്മയുടെ പ്രതീകമെന്നും വിശേഷിപ്പിച്ച ഖ്വാജ ആസിഫ് ആകട്ടെ പാലസ്തീൻ ഭൂമിയിൽ ഇസ്രായേൽ എന്ന ക്യാൻസർ രൂപപ്പെടുത്തിയവർ നരകത്തിൽ എരിഞ്ഞടങ്ങട്ടെ എന്നതാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ഈ പോസ്റ്റ് നീക്കം ചെയ്തു. പാകിസ്ഥാന്റെ നിലപാട് അങ്ങേയറ്റം അപലപനീയമാണ് എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളിൽ നിഷ്പക്ഷ മധ്യസ്ഥത എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ആകട്ടെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്നതാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഇവിടെ വ്യക്തമാക്കുന്നത്. US ഇറാൻ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാന്റെ ആ ഒരു നിഷ്പക്ഷത ഇതോടുകൂടി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലെബനൻ പ്രധാനമന്ത്രി ആകട്ടെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ സഹായം തേടുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ തന്നെ നിലവിലുള്ള രണ്ടാമത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.